അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവർ, 1400 ആണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഷരീഫ് ഈ ലോകത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമാകുന്നുണ്ട്. അതെ, അത് അള്ളാഹുവിൽ നിന്നാണെന്ന ശക്തമായ വാദമാണ് മുസ്ലിമീങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ സർവ്വലൗകികവും സർവ്വകാലികവും സർവ്വജനീനവുമാണ് എന്ന് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പ്രഖ്യാപനത്തിനും ഈ വാദങ്ങൾക്കൊക്കെ വല്ല പിൻബലവും ഉണ്ടോ എന്ന് പലപ്പോഴും പരിഹസിച്ചും കളിയാക്കിയും ഇവിടുത്തെ നവനാസ്തികരും ദൈവനിഷേധികളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിനുള്ള കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വൺസ് അഗെയിൻ യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് ആൻഡ് ചാനൽ. അഞ്ച് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയാണ് ഈ കാര്യം വ്യക്തമാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, പക്ഷേ അതിൽ ശാസ്ത്രത്തിൻ്റെ ധാരാളം പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാസ്ത്രമോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളോ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ലോകത്തിന് മൊത്തമറിയാം. എന്നാൽ അതിൽ ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊണ്ടതായി ലോകം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിലുണ്ടായ എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അബദ്ധങ്ങളും എവിടെയും തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് തിരഞ്ഞാൽ കാണില്ല. അതുമാത്രമല്ല, 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമൊക്കെ ശാസ്ത്രം കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ 1400 ആണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഷരീഫ് ഈ ലോകത്തോട് ഖുർആനിലൂടെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശാസ്ത്രീയമായ കണ്ടെത്തൽ. ഇതൊരിക്കലും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്ന് കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥത്തിന് സാധ്യമല്ല. തീർത്തും ഇത് ദൈവികമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഖുർആൻ ദൈവികമാണ് എന്നതിന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ളത്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഷരീഫ് വളരെ വ്യക്തവും കൃത്യവുമായി കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 1400 ആണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് ഒരു ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നവോത്ഥാനത്തിൻ്റെയോ ഒരു വെളിച്ചവും ഇവിടെ ഉണ്ടാവാത്ത ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരുപാട് പരമാർത്ഥങ്ങൾ ഇന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം പഠിക്കുകയോ ചരിത്രം പഠിപ്പിക്കുകയോ ചെയ്തതായി യാതൊരു തെളിവും നമുക്ക് ലഭ്യമല്ല. ഈ അവസരത്തിൽ ഈ കാര്യങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാതെ അല്ലെങ്കിൽ വളരെ കൃത്യവും വ്യക്തവുമായി വെട്ടിത്തുറന്ന് പറയണമെങ്കിൽ മനുഷ്യനേക്കാൾ ഉപരിയുള്ള ഒരു ശക്തി തന്നെ ഇതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഷരീഫ് ഭാവി പ്രവചനങ്ങൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യമാണ് സുവ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ളത്, റോമക്കാർ പേർഷ്യക്കാരെ യുദ്ധത്തിൽ കീഴടക്കുമെന്നും വമ്പിച്ച വിജയം ലഭിക്കുമെന്നുള്ള കാര്യം വളരെ കൃത്യവും വ്യക്തവുമായി വിശുദ്ധ ഖുർആൻ ഷരീഫ് പ്രഖ്യാപിക്കുന്നുണ്ട്. സൂറത്ത് റൂമിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1400 ആണ്ടുകൾക്ക് മുമ്പ് അവതരിച്ച വിശുദ്ധ ഖുർആൻ ഷരീഫ് ഇന്നും ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഏറ്റവും വലിയ ഒരു ക്ലാസിക് ഗ്രന്ഥമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ മറ്റൊരു പ്രത്യേകത. വിശുദ്ധ ഖുർആൻ ഷരീഫ് യഥാർത്ഥത്തിൽ ഒരു സാഹിത്യ ഗ്രന്ഥം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ സമ്പന്നമായ സാഹിത്യ ശൈലിയിൽ അത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഗ്രന്ഥമായി ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ ധാരാളം ശത്രുക്കൾ പരിശുദ്ധ ഖുർആൻ ഷരീഫിന് എതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് അന്നത്തെ വലിയ നേതാക്കന്മാർ വലീദ് ബിൻ മുഗീറ പോലെയുള്ള ധാരാളം സാഹിത്യ സാമ്രാട്ടുകാർ തന്നെ വിശുദ്ധ ഖുർആൻ ഷരീഫ് ഒരു ക്ലാസിക്കാണ് അല്ലെങ്കിൽ ഒരു അനിതര സാധാരണമായ ഗ്രന്ഥമാണ് ഇത് എന്ന കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ തെളിവ്, വിശുദ്ധ ഖുർആൻ ഷരീഫ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് ശത്രുക്കൾ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ അവരോട് പറയാനുള്ളത്,
അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഭാര്യമാരെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയോ അങ്ങനെയുള്ള മക്കളെയൊക്കെ ഏറ്റവും ഉത്തമമാരായി അവരുടെ അടയാളങ്ങൾ പിന്തുടരാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഷരീഫിന് നിർദ്ദേശിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു വചനം പോലും വിശുദ്ധ ഖുർആൻ ഷരീഫിൽ നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും മൂസാ നബിയെയും ഈസാ നബിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും ഒക്കെ വളരെ സവിസ്തരമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഷരീഫിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും അതുപോലെ പ്രവർത്തനങ്ങളും വെച്ച് നബിക്കത് ഡൈവേർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട് അത് ചെയ്തില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവായ മറിയം ബീവിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഷരീഫ് ഇവർ ലോകത്തുള്ള സ്ത്രീകൾക്ക് മാതൃകായോഗ്യയാണ് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെയോ ഒക്കെ പ്രതിഷ്ഠിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ എവിടെയും ചെയ്തിട്ടില്ല. അങ്ങനെ സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് ശത്രുക്കൾ ആരോപിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു. അതെ, ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വസ്തുതകൾ 1400 ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ഗ്രന്ഥം ദൈനംദിനം തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കും തന്നെ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കപ്പെട്ടതാണ്, സ്വന്തം അദ്ദേഹത്തിൻ്റെ തോന്നലുകളാണ് എന്ന് ഇന്നുള്ള അല്പജ്ഞാനികൾ ആരോപിക്കുന്ന പോലെ ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ സാധ്യമല്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.